ബ്രോക്ക് ലെസ്നറിന്റെ WWE റിട്ടേണിനെ പറ്റി ട്രിപ്പിൾ എച്ച് ഒരു അഭിപ്രായം 2-3 ദിവസം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ WWE മാനേജ്മെന്റ് അതിന് കൊടുത്ത റിപ്ലൈയും ഇപ്പോൾ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കിന്റെ റിട്ടേണിനെ പറ്റി WWE മാനേജ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയാം. ഈ ഒരു ന്യൂസാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാൻ പോകുന്ന ഈ ചില കാര്യങ്ങൾ ശനിയാഴ്ചയൊക്കെ ആയിട്ടാണ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അന്ന് സ്മാക്ക് ഡൗണിന്റെ റിവ്യൂ എല്ലാം ചെയ്യുന്നത് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് CM പങ്ക് ഡ്രൂ മാക്കിൻടയർ ഇവരുടെ സ്റ്റോറി ലൈനാണ്. അതായത് ഇവരുടെ സ്റ്റോറി നമ്മൾക്കറിയാം, വേറെ ലെവൽ ഹിറ്റ് അടിച്ച് ഒരു മരണമാസമായിട്ടാണ് സമ്മർ സ്ലാമിൽ ഇവരുടെ മാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനിൽ CM പങ്കിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്കിൻടയർ ഇറങ്ങി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് CM പങ്കിന് ദേഷ്യമുള്ള AEW റെസ്ലറായ ജംഗിൾ ബോയ് ജാക്ക് പെറിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഡ്രൂ മാക്കിൻടയർ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജാക്ക് പെറി ഫോഴ്സസ് CM പങ്ക്, ഇവരുടെ പ്രശ്നം കൊണ്ടാണ് CM പങ്കിനെ AEW റിലീസ് ചെയ്തത്. അപ്പോൾ അതേ റെസ്ലറുടെ കൂടെ തന്നെ പോയി മാക്കിൻടയർ ഇങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് CM പങ്കിനെ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇവരുടെ സ്റ്റോറി ലൈനിൽ വീണ്ടും വളരെയധികം ഹൈപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനുള്ള മറുപടി നാളെ CM പങ്ക് റോയിൽ കൊടുക്കുമെന്ന് വിചാരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ WWE മാനേജ്മെന്റ് അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ടീം ഇവരെയെല്ലാം പറ്റി CM പങ്ക് പറഞ്ഞിട്ടുള്ളത്, 10 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ടീമാണ് WWE റൺ ചെയ്തിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും WWE വിട്ട് പോകില്ലായിരുന്നു എന്നും എപ്പോഴും ഒരു WWE റെസ്ലറായി തന്നെ മുന്നോട്ട് പോയേനെ ഈ ഒരു ടൈപ്പിലെല്ലാം CM പങ്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് CM പങ്ക് അന്ന് WWE കളിയാക്കി ചെയ്ത പൈപ്പ് ബോംബ് സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഒരു മാനേജ്മെന്റ്, പ്രത്യേകിച്ച് വിൻസ് മിക്മാൻ ഇല്ലാത്ത സമയത്താണ് താൻ WWE ഇനി തിരിച്ചു വരികയുള്ളൂ എന്നാണ് CM പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാം മാറിയതിനു ശേഷം പങ്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ CM പങ്കിന് WWE വളരെയധികം ഇഷ്ടമായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ്, WWE സൂപ്പർ സ്റ്റാറും അതുപോലെ തന്നെ റേറ്റഡ് സൂപ്പർ സ്റ്റാറിന്റെ വൈഫുമായ ബെത്ത് ഫീനിക്സിന്റെ കോൺട്രാക്ട് WWE അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ബെത്ത് ഫീനിക്സ് റെസ്ലിംഗ് വിട്ടു പോയാലും അണ്ടർടേക്കർ പോലെയുള്ള ലെജൻഡ് റെസ്ലേഴ്സിന് WWE ഒരു ലെജൻഡ് കോൺട്രാക്ട് കൊടുക്കാറുണ്ട്. ഇത്ര വർഷത്തേക്ക് WWE വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെ ബെത്ത് ഫീനിക്സിനും ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കോൺട്രാക്ട് എല്ലാം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പുതിയ ഓഫറൊന്നും ബെത്ത് ഫീനിക്സിന് WWE കൊടുത്തിട്ടില്ല. അതായത് ലെജൻഡ് ഓഫറൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു കോൺട്രാക്ട് ഓഫർ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് അവര് എഡ്ജിന്റെ കൂടെയെല്ലാം വന്ന് മാച്ച് സ്റ്റോറി ലൈനൊക്കെ ചെയ്ത് പോയത്. ഇപ്പോൾ WWE ഓഫർ കൊടുക്കാത്തത് കൊണ്ട് ഒരു ഫ്രീ ഏജന്റ് ആയിട്ടുണ്ട് എഡ്ജിന്റെ വൈഫായ ബെത്ത് ഫീനിക്സ്. അപ്പോൾ ബെത്ത് ഫീനിക്സ് ഇനി AEW ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് എഡ്ജിന്റെ കൂടെ, അതായത് ആഡം കോപ്ലാൻഡിന്റെ കൂടെ സ്റ്റോറി ലൈൻസ് ഒക്കെ ചെയ്യാനും മാച്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. നോക്കാം, AEW പോയി കോൺട്രാക്ട് സൈൻ ചെയ്ത് ആഡം കോപ്ലാൻഡുമായിട്ട് ബെത്ത് ഫീനിക്സ് ഒന്നിക്കുമോ എന്ന്. ഇനി ബ്രോക്ക് ലെസ്നറിന്റെ ന്യൂസ് നോക്കാം. ബ്രോക്ക് ലെസ്നറെ പറ്റി റൂമർ ന്യൂസ് ആയിട്ട്, അതായത് സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്യുമെന്ന് റൂമറായി വന്ന കാര്യത്തെ പറ്റി 2-3 ദിവസം മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റൂമർ ന്യൂസ് ആണ്, സമ്മർ സ്ലാമിൽ വരാതിരിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, 2 ദിവസം മുൻപ് ട്രിപ്പിൾ എച്ചിനോട് ബ്രോക്ക് ലെസ്നർ WWE വരുന്ന കാര്യത്തെ പറ്റി എല്ലാം ചോദിച്ചപ്പോൾ ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത് ബ്രോക്ക് ലെസ്നറിനും WWEക്കും യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ബ്രോക്ക് ലെസ്നർ എപ്പോൾ വേണമെങ്കിലും WWE വരാമെന്നും അത് കറക്റ്റ് ആയിട്ടുള്ള ടൈം വരുമ്പോൾ ആ സമയത്ത് തന്നെ വരും. ഈ ഒരു ടൈപ്പിലെല്ലാം ട്രിപ്പിൾ എച്ച് പറഞ്ഞുകൊണ്ട് ബ്രോക്ക് ലെസ്നറിന്റെ റിട്ടേണിന് ഒരു സാധ്യത കൊടുത്തിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ന്യൂസ്, WWE മാനേജ്മെന്റ് ട്രിപ്പിൾ എച്ച് പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ എതിർത്തത് പോലെയാണ്. അതായത് ബ്രോക്ക് ലെസ്നറിനെ കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനോ WWE റിംഗിൽ കൊണ്ടുവരാനുള്ള പ്ലാനോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യണ്ട എന്നാണ് WWE മാനേജ്മെന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാം പറയുന്നത് ബ്രോക്ക് ലെസ്നറിന്റെ റിട്ടേണോ പ്ലാനോ ഒന്നും തന്നെ ചെയ്യണ്ട, ബ്രോക്കിനെ ഇനി WWE കൊണ്ടുവരേണ്ട എന്ന ടൈപ്പിലാണ്. അപ്പോൾ ഇത് ബ്രോക്ക് ലെസ്നർ ഫാൻസിന് ഒരു സാഡ് ന്യൂസ് ആണ്. എന്നാൽ സമ്മർ സ്ലാമിൽ ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ഗന്തർ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യും എന്നുള്ള റൂമർ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ബ്രോക്ക് ലെസ്നറിന്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ ആളുകൾ പ്രതീക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. എന്തായാലും സമ്മർ സ്ലാമിൽ ബ്രോക്ക് റിട്ടേൺ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ബ്രോക്ക് വരുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അതുപോലെയാണ് WWE മാനേജ്മെന്റ് ഇപ്പോൾ ബ്രോക്കിന് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സമ്മർ സ്ലാമാണ് നമ്മൾക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ഈ വർഷം പ്രതീക്ഷിക്കാനുള്ള ഒരു സ്പെഷ്യൽസ്. നോക്കാം അതിൽ ബ്രോക്ക് ലെസ്നർ വരുമോ എന്ന്.
വിൻസ് മെക്മാനുമായിട്ടുള്ള ആ ചില കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും കാരണം.